നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന വിഷയം ജ്യോതിഷ യോഗങ്ങൾ. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചതുർഗ്രഹ യോഗങ്ങളാണ്, 4 ഗ്രഹങ്ങളുടെ യോഗങ്ങൾ. ഇവിടെ ഈ യോഗത്തിൽ വരുന്ന ഗ്രഹങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സൂര്യനാണ്, അപ്രകാരം ചന്ദ്രൻ, വ്യാഴം, ശുക്രൻ, 3 ശുഭഗ്രഹങ്ങളാണ് ആദ്യത്തിനോടുകൂടി ഈ യോഗത്തിൽ ഭാഗഭാക്കാകുന്നത്. ഈ യോഗം എന്താണെന്നും ഈ യോഗത്തിൻ്റെ ഫലവും എന്താണെന്നും നമുക്ക് ചർച്ച ചെയ്യാം. പ്രിയമുള്ള പ്രേക്ഷകർ, ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. സലിലമൃഗാരണ്യാനാം സ്വാമി സ്യാത് സൗഖ്യവാൻ നൃപതി പൂജ്യ ശുക്രാർഗ ഗുരു ശശാങ്കൈഹി ഏകർച്ഛഗദേഹി പുമാൻ നിപുണഃ. ഇവിടെ ആദിത്യൻ്റെയും ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും വ്യാഴത്തിൻ്റെയും യോഗങ്ങൾ വന്നാൽ ആ വ്യക്തിക്ക് നിപുണ യോഗമുണ്ടാകും. അയാൾ നൈപുണ്യത്തോടു കൂടെയുള്ള വ്യക്തിയായിരിക്കും, വളരെയധികം സമർത്ഥനായിരിക്കും കാര്യങ്ങളിലെന്ന് സാരം. ഈ ചതുർഗ്രഹങ്ങൾ ഒരു രാശിയിൽ ഒരുമിച്ച് നിന്നാൽ ഈ വ്യക്തി ജലാശയങ്ങളുടെയും മൃഗങ്ങളുള്ള വനത്തിൻ്റെയും കാടുകളുടെയും ആധിപത്യം വഹിക്കുന്നവനും സുഖത്തോടു കൂടിയവനായും അപ്രകാരം തന്നെ രാജാവിനാൽ വളരെയധികം അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയുമായിരിക്കും, രാജസമ്മതനമായിരിക്കുമെന്ന് സാരം. പലപ്പോഴും ഇങ്ങനെയുള്ള ജാതക യോഗത്തോടു കൂടിയ വ്യക്തി റിസോർട്ടുമായി ബന്ധപ്പെടുന്ന ഫോറസ്റ്റ് റിസോർട്ടുകൾ, അപ്രകാരം തന്നെ സമുദ്രതീരത്തുള്ള സങ്കേതങ്ങളിൽ റിസോർട്ടുകൾ നടത്തി ആയുർവേദ സ്പാ മുതലായ കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെയധികം സമ്പന്നനാകും. ഇപ്പോൾ ട്രക്കിങ്ങിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതിനാൽ വലിയ വനമേഖലകളിൽ, മൃഗങ്ങളിറങ്ങുന്ന വനമേഖലകളിൽ ഫോറസ്റ്റ് ഗാർഡുമാരുടെ സഹായത്തോടു ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ധാരാളം വനമേഖലകൾ നമുക്കുണ്ട്. ബന്ദിപ്പൂരൊക്കെ അതിന് വളരെ പ്രശസ്തമാണ്. നമ്മുടെ നാടുകളിലും ഒക്കെ തന്നെ ഇടുക്കിയിലുമൊക്കെ ഈ രീതിയിലുള്ള ട്രക്കിംഗ് സംവിധാനമുള്ള വലിയ ഉയർന്ന കുന്നുകളിൽ ടൂറിസവുമായി ബന്ധപ്പെടുന്ന സങ്കേതങ്ങൾ ധാരാളമുണ്ട്. അപ്രകാരം തന്നെ ജലാശയവുമായി ബന്ധപ്പെടുന്ന ടൂറിസം സാധ്യതകളും നമ്മുടെ നാട്ടിൽ വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ അനുയോജ്യമായ ഒരു യോഗമാണ് ഈ ചതുർഗ്രഹ യോഗം. ഇതിൻ്റെ കർത്താക്കൾ ഞാൻ സൂചിപ്പിച്ചു: സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം, ശുക്രൻ. ധാരാളം ധനം സമ്പാദിക്കുവാനും പേരും പ്രശസ്തിയും ഉണ്ടാവുക, തങ്ങളുടെ പ്രോജക്റ്റുകൾക്ക് സർക്കാരിൻ്റെ അംഗീകാരം പെട്ടെന്ന് ലഭിക്കുക തുടങ്ങിയതൊക്കെ ഈ യോഗത്തിൻ്റെ പ്രത്യേകതകളാണ്. നന്ദി, നമസ്തേ.